MC ടെക്നോളജി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നൗഫൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് നിങ്ങൾ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്, അതായത് ഫേസ്ബുക്ക്. ഇതിൻ്റെ കുറച്ച് സെക്യൂരിറ്റിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ഹാക്ക് ചെയ്യാനും വളരെയധികം ഹാക്ക് ചെയ്യപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനുമാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ കുറച്ച് സെക്യൂരിറ്റി ഫീച്ചേഴ്സുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലായി കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന ഒരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റായി കാണുന്ന സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി എന്ന ഭാഗത്ത് സെക്യൂരിറ്റി ആൻഡ് ലോഗിൻ എന്ന ഒരു ഓപ്ഷൻ കാണാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് കാണാം വേർ യു ആർ ലോഗിൻ ഇൻ എന്ന ഒരു ഓപ്ഷൻ. അതിൽ നിങ്ങൾ സീ മോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഏതൊക്കെ മൊബൈലിലും കമ്പ്യൂട്ടറിലും ഏതൊക്കെ ടൈമിന് ഏതൊക്കെ സ്ഥലത്താണ് ലോഗിൻ ആയിരിക്കുന്നത് എന്ന് മുഴുവനായും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് എപ്പോഴാണത് ലോഗിൻ ആയത്, ലോഗൗട്ട് ആയത് എന്നൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഈ അക്കൗണ്ട് അവരുടെ ലാപ്ടോപ്പിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്യുവാനും സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു തരുന്ന ഓപ്ഷനാണ് റെക്കമെൻഡഡ് എന്ന ഒരു ഓപ്ഷൻ. ഇത് സാധാരണ നിങ്ങളുടെ ഫേസ്ബുക്ക് ഏതെങ്കിലും കാരണത്താൽ ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ഫേസ്ബുക്ക് തരുന്ന ഒരു ഓപ്ഷനാണിത്. നിങ്ങൾക്ക് തന്നെ ഈ ഓപ്ഷൻ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അറിയാവുന്ന 3 അല്ലെങ്കിൽ 5 ഫ്രണ്ട്സുകളുടെ പേര് നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ആവാതിരിക്കുമ്പോൾ നിങ്ങൾ ആ നെയിം വെച്ച് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുവാൻ സാധിക്കും. അടുത്തതായി നിങ്ങൾക്ക് കാണാം താഴെയായിട്ട് ലോഗിൻ എന്ന ഒരു ഓപ്ഷൻ. അതിൽ നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ പ്രൊഫൈൽ പിക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതും അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുമാണ്. അതിന് താഴെയായിട്ട് വരുന്നതാണ് സെറ്റിംഗ്സ് അപ്പ് എക്സ്ട്രാ സെക്യൂരിറ്റി എന്ന്. അതായത് നിങ്ങളുടെ അക്കൗണ്ട് എക്സ്ട്രാ സെക്യൂരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റായി കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാത്ത ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. ഏത് വിധേനയാണ് വേണ്ടത് എന്ന് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഫേസ്ബുക്കോ അല്ലെങ്കിൽ മെസ്സഞ്ചറോ ഇമെയിൽ ID ആയിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് ഞാൻ ചെയ്യുന്ന ഈ രീതിയിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ നിങ്ങൾ കാണാൻ ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷനിലാണ് എൻ്റെ അക്കൗണ്ട് ആരെങ്കിലും ലോഗിൻ ചെയ്താൽ എനിക്ക് നോട്ടിഫിക്കേഷൻ വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സഞ്ചറും ഇമെയിലും യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് രണ്ടാമത് വരുന്ന ഒരു ഓപ്ഷനാണ് യൂസ് 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എന്ന ഓപ്ഷൻ. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റിയാണ്. കാരണം നിങ്ങൾ ഈ ഓപ്ഷൻ ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് കണക്റ്റഡ് ആയിട്ടുള്ള മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ഈ OTP വന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ചില സമയങ്ങളിൽ OTP വരാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഓൺ ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് ചൂസ് 3 to 5 ഫ്രണ്ട്സ് കോൺടാക്റ്റ് ഇഫ് യു ഗെറ്റ് ലോക്ക്ഡ് ഔട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കാതെ വരികയാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന 3 മുതൽ 5 വരെ വരുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിന് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഡൺ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോൺടാക്റ്റുകൾ മൊത്തം ആഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കാതെ വരികയാണെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം വരുന്നതാണ് അഡ്വാൻസ് എന്ന ഒരു ഓപ്ഷൻ. താഴെയായിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം സേഫ് ബ്രൗസ് എന്ന ഒരു ഓപ്ഷൻ. ഈ ഓപ്ഷൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് താഴെയായിട്ട് കാണാം സേഫ് ബ്രൗസിംഗ് എന്ന ഒരു ഓപ്ഷൻ. ഈ ഓപ്ഷൻ ഡിഫോൾട്ടായിട്ട് തന്നെ ഓണിലായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ ഉപയോഗമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ പല രീതിയിലുള്ള ലിങ്കുകൾ ലഭിക്കാറുണ്ട്. അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അത് ഓപ്പൺ ചെയ്ത് നോക്കാറുമുണ്ട്. പക്ഷേ ചില ലിങ്കുകൾ നിങ്ങൾക്ക് പ്രോബ്ലം ആവുന്നതാണെങ്കിൽ അത് ഫേസ്ബുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങൾക്ക് വാർണിംഗ് മെസ്സേജ് നൽകുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്.
ഇത് ഡിഫോൾട്ടായിട്ട് ഓൺ ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇത് തീർച്ചയായും ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഓപ്ഷനുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണുവാൻ വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.